ഇത്രയും കഴിഞ്ഞ 7 വർഷവും 7 ദിവസമായി പ്രതികൾ ജയിലിൽ കിടക്കുകയാണ്. അത് എല്ലാ രീതിയിലും പഴുതടച്ച അന്വേഷണമാണ്. 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 153A ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന് സാങ്ഷൻ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലും ഈ കേസ് കഴിഞ്ഞ 7 വർഷമായി നടത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ, പ്രോസിക്യൂട്ടർമാർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചൊരു കേസായിരുന്നു. കാസർഗോഡിന്റെ ചരിത്രത്തിൽ 2009 ശേഷം 6ഓളം ആൾക്കാർ ഈ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മൗലവിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ല എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ വിധിയല്ല പ്രതീക്ഷിച്ചത്. ഇത് കാസർഗോഡിന്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ എല്ലാമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി വിശദമായ വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ്. ഈ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും കാസർഗോഡ് ഉണ്ടാവേണ്ട എന്ന് ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഈ മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. 2009 ശേഷമുള്ള പരിശോധിച്ചാൽ 2017 വരെ തുടർച്ചയായി കൊലപാതകം. 2017 സംഭവത്തിന് ശേഷം 2017 മാർച്ച് മാസം 20-ാം തീയതി രാത്രിയാണ് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ആ പ്രതികൾ 7 വർഷം 7 ദിവസമായി ജയിലിലാണ്. അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല. തിരിച്ചടി അത് സൂചനയായിട്ടാണ്. അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് പ്രതികരിച്ചത്. റിയാസ് മൗലവിയുടെ കുടുംബത്തിന്റെ വക്കീലാണ് അഡ്വക്കേറ്റ് സി ഷുക്കൂർ. അദ്ദേഹമാണ് ഇന്ന് കോടതിയിൽ നിന്നിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്.